ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ഡിയേഴ്സ്. ഇന്ന് ഇവിടെ രണ്ടുപേരും സ്റ്റേജിൽ ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെയാണ് ആയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആ ഒരു എൻഗേജ്മെന്റിന്റെ അവരുടെ ഒരു ലവ് ജേണി അന്ന് തൊട്ടേ ഞാനും ഇവരുടെ ഒപ്പം തന്നെ ആങ്കറിങ്ങിൽ വന്നിട്ടുണ്ട്. എനിക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഈ ഒരു ദിവസം എത്താനായിട്ട്. അനിഷ്മ വിഷ്ണു, ഡോക്ടർ ഓഫ് മിസ്റ്റർ അജയൻ PK ആൻഡ് മിസസ് ബിന്ദു PV, പവിത്രം പുതുപ്പറമ്പിൽ ഹൗസ് പൂമല, ബോത്ത് ആർ വർക്കിംഗ് ആസ് നഴ്സസ്. അപ്പം രണ്ടുപേരുമല്ലേ മാലാഖയുടെ ആ ഒരു ജോലിയാണ്, ഭൂമിയിലെ മാലാഖമാരായിട്ടാണ് രണ്ടുപേരും ജോലി ചെയ്യുന്നത്. ആ ഒരു ചൈതന്യം രണ്ടുപേരുടെ മുഖത്തും കാണുന്നുണ്ട് അല്ലേ. ആ ഒരു പേഷ്യൻ്റ് കെയർ ഒക്കെ രണ്ടുപേരും ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇന്നിപ്പോൾ അതൊന്നല്ല നമ്മുടെ ഡിസ്കഷൻ ഐറ്റം എന്ന് പറയുന്നത്. വിഷ്ണുവേട്ടൻ എന്തുകൊണ്ടാണ് അനിഷ്മ ചേച്ചി ലൈഫ് പാർട്ട്ണറായി സെലക്ട് ചെയ്തത്? സപ്പോർട്ടീവാണ്, കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും വലിയ മടിയില്ലാത്ത ആളാണ്. വിഷ്ണുവേട്ടൻ നല്ലൊരു ഐഡിയ കൊടുക്കാം. കറക്റ്റ് ആൻസർ ആണല്ലേ. നമ്മുടെ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുമ്പം നന്നായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ലൈഫിൽ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ അനിഷ്മ ചേച്ചി ഈ ഒരു ലൈഫ് ജേണിയിൽ, ഈ ഒരു ലവ് ജേണിയിൽ ചേട്ടനിൽ കണ്ട ആ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്താണ്? പുള്ളിക്കാരൻ നല്ലൊരു ലിസണറാണ്. എന്ത് സങ്കടമായാലും സന്തോഷമായാലും ഇങ്ങനെ കേട്ടിരിക്കും, ജഡ്ജ് ചെയ്യില്ല. അതാണ് എൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി ഞാൻ കണ്ടത്. വലിയ സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലും. ഞാൻ വളരെ ലക്കിയാണ് ഇങ്ങനെ ഹസ്ബൻഡ് കിട്ടിയത്. ചേച്ചിക്ക് നല്ലൊരു ഐഡിയ കൊടുക്കാം. കാരണം നമുക്ക് പരസ്പരം മനസ്സിലാക്കിയാലാണല്ലോ ഇങ്ങനെ ഒരു നല്ലൊരു ഡിസിഷൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ എടുക്കാനായിട്ട് സാധിക്കുക. രണ്ടുപേർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കസിൻസിന്റെയും ഫ്രണ്ട്സിന്റെയും റിലേറ്റീവ്സിന്റെയും എല്ലാവരുടെയും പേരിൽ വിഷ് യു എ ഹാപ്പി ആൻഡ് വണ്ടർഫുൾ ലൈഫ് ടുഗെദർ. അപ്പം ഇന്നേ ദിവസം ഇവർ രണ്ടുപേരും മാത്രം ഈ ഒരു സ്റ്റേജിലായിരുന്ന obviously ഈ സ്റ്റേജ് ഇൻകംപ്ലീറ്റ് ആണ്. ബിക്കോസ് മാരേജ് ഇസ് ദ ഫ്യൂഷൻ ഓഫ് ടു ഹാർട്ട്സ്, ഹാർമണി ഓഫ് ടു സോൾസ് ആൻഡ് ദ യൂണിയൻ ഓഫ് ടു ഫാമിലീസ്. വിവാഹം എന്ന് പറയുന്നത് ഒരു രണ്ട് വ്യക്തികളുടെ മാത്രമല്ല, രണ്ട് ഫാമിലിയുടെ കൂടെ വലിയൊരു ഒത്തുചേരലാണ്, ഒരു സന്തോഷമാണ്, ആ ഒരു പങ്കുവയ്ക്കലാണ്. രണ്ടുപേരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടി ഒരു വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഗ്രൂമിന്റെ ഫാമിലി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ മനോജ് ആൻഡ് മിസസ് സിന്ധു മനോജ് ഓൺ ടു ദ സ്റ്റേജ്. നല്ലൊരു കൈഡിയോട് കൂടി വിഷ്ണു ചേട്ടന്റെ അച്ഛനെയും അമ്മയും ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കൈയടിക്കാം. അതോടൊപ്പം തന്നെ വിഷ്ണു ചേട്ടന്റെ യങ് ബ്രദർ മിസ്റ്റർ വിശാഖിനെ കൂടി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതെ, വിശാഖ് ചേട്ടൻ ഈ ഒരു സമയം എന്താ പറയാ, ചേട്ടന്റെ കല്യാണത്തിന്റെ അന്ന് ലീവ് എടുത്ത് അല്ലേ, ഒത്തിരി സന്തോഷത്തിന് കൂടി ആയിരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. ഹൽദിയുടെ അന്നൊക്കെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു ആളുണ്ടായിരിക്കില്ല, ആൾക്ക് ഒത്തിരി മിസ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നിരുന്നാലും അത് ആ മിസ്സാക്കാതെ ഇന്നിവിടെ ഒത്തിരി സന്തോഷത്തിന് കൂടി എത്തിച്ചേർന്നു. ചേട്ടനും കൂടി ഒരു വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഫാമിലിയുടെ ഒരു ടുഗദർനെസ് ആണ് വെഡിങ് എന്ന് പറയുന്നത്, മാരേജ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രൈഡിന്റെ ഫാമിലിയുടെ കൂടെ ഒത്തിരി സ്നേഹത്തോടെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ അജയൻ PK ആൻഡ് മിസസ് ബിന്ദു PV ഓൺ ടു ദ സ്റ്റേജ്. നല്ലൊരു ഐഡിയോട് കൂടി അച്ഛനെയും അമ്മയും ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സമയം രണ്ട് സൈഡിലെയും അച്ഛനും അമ്മയ്ക്കും എന്താണ് മക്കൾക്ക് പറയാനുള്ള ഒരു അഡ്വൈസ്? ആദ്യം അനിഷ്മ ചേച്ചിയുടെ പാരന്റ്സ്, അച്ഛനും അമ്മയും ആരാ പറയുന്നത്? അമ്മ പറഞ്ഞു. എല്ലാവരും ഞാൻ ഇവിടെ കൂടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്രയും പരിപാടി ഇത്ര നന്നാവുമെന്ന് ഞാൻ വിജയിച്ചിരുന്നില്ല. പിന്നെ അനിഷ്മാൻ വിഷ്ണു ഒരു നേഴ്സുമാരായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെന്താ, എത്രയുള്ളൂ. താങ്ക് യു ആൻറ്റി. ആൻറ്റിക്ക് നല്ലൊരു ഐഡിയ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ആൻറ്റി കുറച്ചും കൂടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. കാരണം ആകെ കൂടെയുള്ള ഒരു മകളല്ലേ അല്ലേ, അവരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക എന്താ വെച്ചാൽ ആൻറ്റിക്ക് സന്തോഷിക്കാം. ഏറ്റവും സേഫ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലാണ് ചേച്ചിയെ ഏൽപ്പിച്ച് കൊടുക്കുന്നത് അല്ലേ. ചേച്ചി അറിയുന്നുണ്ടോ? ഇല്ലല്ലേ? ഇല്ലില്ല, അത് കുറച്ചും കൂടെ സ്റ്റേബിളാണ്. അപ്പം ഈ സൈഡിലത്തെ നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് ചോദിക്കാം. അങ്കിള് പറയണ്ടോ? ഇല്ല, അങ്കിളിന് സന്തോഷമുള്ളൂ. ആൻറ്റി? എനിക്ക് സന്തോഷമുള്ളൂ, മക്കള് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുക, അത്രയേ ഉള്ളൂ. നല്ലൊരു ഐഡിയ കൊടുക്കാം. നമുക്കറിയാം അച്ഛനും അമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥന ആശംസകളുമാണ് അവർക്ക് തുടങ്ങാനിരിക്കുന്ന ആ ഒരു ജീവിതത്തിൽ കൂടെ മാതൃകയായിട്ടും പ്രചോദനമായിട്ടും ഒത്തിരി ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ, സന്തോഷമല്ലേ എല്ലാവരും? ഹാപ്പി അല്ലേ? അതെ. അപ്പൊ ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് കടക്കുകയാണ്. അവരിന്ന് മുതൽ ആരംഭിക്കാനിരിക്കുന്ന ആ ഒരു പുതിയ ജേണി
ഏറ്റവും മധുരിതമായിട്ട് തുടങ്ങാനായിട്ട് പോവാണ്. നമുക്കറിയാം ജീവിതത്തിലത്തെ പല പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാവും. ആ ഒരു സാഹചര്യങ്ങളെല്ലാം ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു കേക്ക് പോലെ തന്നെ മധുരിതമായിട്ട് തീരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.